നിങ്ങൾക്കറിയോ, ഹൃദയത്തിലെ രക്തധമനികൾ കാൽഷ്യം അടിഞ്ഞുകൂടി പാറ പോലെ കട്ടിപിടിച്ച് ബ്ലോക്ക് ഉണ്ടാക്കാനും അറ്റാക്ക് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഇതുപോലെ കാൽഷ്യം അടിഞ്ഞുകൂടുന്നത് തടയാനായിട്ട് നമ്മൾ എല്ലാവരും മറന്നുപോകുന്ന രണ്ട് പ്രത്യേക ന്യൂട്രിയൻസ് ഉണ്ട്. ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ രക്തധമനികളിൽ കാൽഷ്യം അടിഞ്ഞുകൂടുന്നത് തടയാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഈ ന്യൂട്രിയൻസ് എങ്ങനെ നമ്മളെ സംരക്ഷിക്കും എന്നുള്ളതും ഏതൊക്കെ ഭക്ഷണത്തിലാണ് ഈ ന്യൂട്രിയൻസ് ഉള്ളത് എന്നും എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ഇതിനായിട്ട് ചെയ്യേണ്ടതെന്നും ഇനി ഏത് സമയത്താണ് ഡോക്ടറെ കാണിക്കേണ്ടത് എന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ശരീരത്തിലെ കാൽഷ്യം വേണ്ടത് പല്ലിലും എല്ലിലുമാണ്, അതല്ലാതെ രക്തധമനികളിലല്ല. രക്തധമനികൾക്കകത്ത് കാൽഷ്യം അടിഞ്ഞുകൂടുമ്പോൾ അത് പൈപ്പിൽ ബ്ലോക്ക് വരുന്ന പോലെയാണ്. ഇതിനെ നമ്മൾ വാസ്കുലർ കാൽസിഫിക്കേഷൻ എന്ന് പറയും. ഇത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നുണ്ട്, സ്ട്രോക്ക് ഉണ്ടാക്കുന്നുണ്ട്, എന്തിനേറെ കുഴഞ്ഞു വീണുള്ള മരണം വരെ സംഭവിക്കാം. ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ രക്തധമനികളിൽ കാൽഷ്യം അടിഞ്ഞുകൂടിയാൽ പിന്നീട് അത് തിരിച്ച് നോർമലാക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ചോദ്യം ഇതാണ്, പല്ലിലും എല്ലിലും വേണ്ട കാൽഷ്യം എന്തുകൊണ്ട് രക്തധമനികളിൽ ചെന്നടിയുന്നു? ഇവിടെയാണ് ഒന്നാമത്തെ ന്യൂട്രിയന്റ് കടന്നു വരുന്നത്. അതാണ് വൈറ്റമിൻ K2. ഇതൊരു ട്രാഫിക് പോലീസ് പോലെയാണ്. കാൽഷ്യം ഏത് റോഡിലൂടെ കടന്നു പോകണമെന്നുള്ള കൃത്യമായ മാർഗനിർദ്ദേശം കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ രക്തധമനികളിലേക്ക് പോകണ്ട എന്ന് പറയുന്നു, എല്ലിലേക്കും പല്ലിലേക്കും അതിനെ തിരിച്ചുവിടുന്നു. വൈറ്റമിൻ K നമ്മുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ നമ്മുടെ രക്തധമനികളിൽ കാൽഷ്യം അടിഞ്ഞുകൂടും. അതുപോലെ തന്നെ എല്ലിന്റെ ബലം കുറഞ്ഞു വരുന്നു, എല്ലുകൾ പൊട്ടുന്നു. ഏതൊക്കെ ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് വൈറ്റമിൻ K2 കിട്ടുക? പ്രധാനമായിട്ടും ഇത് കിട്ടുന്നത് ഫെർമെന്റഡ് ആയിട്ടുള്ള ഇഡ്ഡലി മാവ്, അതല്ലെങ്കിൽ ദോശമാവ്, അതുപോലെ തന്നെ ചീസ്, കോഴിമുട്ടയുടെ മഞ്ഞ, അതുപോലെ തന്നെ നെയ്യിൽ നിന്നും, പ്രത്യേകിച്ച് ഗ്രാസ് ഫെഡ് ഗീ. ഇനി നമുക്ക് രണ്ടാമത്തെ ന്യൂട്രിയന്റ് ഏതാണെന്ന് നോക്കാം. ഇതാണ് മഗ്നീഷ്യം. ഇതൊരു പ്രകൃതിദത്തമായ കാൽഷ്യം ചാനൽ ബ്ലോക്കറാണ്. ഇത് രക്തധമനികളുടെ വികാസത്തെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രക്തത്തിൽ ഒഴുകി നടക്കുന്ന കാൽഷ്യത്തിനെ പരലുകളാവാതെ ശ്രദ്ധിക്കുന്നുണ്ട്. ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്നാണ് മഗ്നീഷ്യം കൂടുതലായിട്ട് കിട്ടുന്നത്? നേന്ത്രപ്പഴം, തേങ്ങാവെള്ളം, കരിക്കുവെള്ളം, അണ്ടിപ്പരിപ്പ്, ആൽമണ്ട്സ്, ചീര തുടങ്ങിയവ. ഇതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും നമ്മൾ ശ്രദ്ധിക്കണം. മഗ്നീഷ്യത്തിന്റെയും വൈറ്റമിൻ കെന്റെയും ഫലം കിട്ടണമെങ്കിൽ വൈറ്റമിൻ ഡി കൂടിയേ മതിയാവും. ഇനി എന്തൊക്കെ ടെസ്റ്റുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്? രക്തത്തിലെ മഗ്നീഷ്യത്തിന്റെ അളവ് നോക്കാം. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി, ഹോമോസിറ്റിൻ തുടങ്ങിയ ബ്ലഡിൽ ടെസ്റ്റ് ചെയ്യുക. ഹൃദയ രക്തധമനികളിൽ കാൽഷ്യം അടിഞ്ഞു കൂടിയിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ CT സ്കാൻ ചെയ്തിട്ട് കാൽഷ്യം സ്കോർ നോക്കാവുന്നതാണ്. ഇനി എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടത്? ആയാസപ്പെടുന്ന സമയത്ത്, നെഞ്ചുവേദന ഉണ്ടെങ്കിൽ, കിതപ്പുണ്ടെങ്കിൽ ഇത് ഹൃദയത്തിൽ കാൽഷ്യം അടിഞ്ഞു കൂടിയതിന്റെ സൂചനകളാകാം. അതുപോലെ തന്നെ കാലിലെ മസിൽസ് കടച്ചിൽ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാലിൽ തരിപ്പുണ്ടെങ്കിൽ ഇത് മഗ്നീഷ്യം കുറഞ്ഞതിന്റെ ലക്ഷണങ്ങളാവാം. ചുരുക്കി പറഞ്ഞാൽ മഗ്നീഷ്യവും വൈറ്റമിൻ K2 ഒന്നിച്ചു ചേർന്ന് നിങ്ങളുടെ ഹൃദയത്തെ കല്ലാവുന്നതിൽ നിന്നും തടയുകയാണ്.